ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രവാസിയുടെ പുരയിടത്തിൽ കയറി തെങ്ങ് വെട്ടിക്കളഞ്ഞു എന്നതാണ് പരാതി. അദ്ദേഹം എവിടെ നിന്നൊക്കെയോ മേടിച്ചു കൊണ്ടുവന്ന പുതിയ ഇനം സങ്കര ഇനം തൈകളാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ വെട്ടിക്കളഞ്ഞത്. അത് ഈ വൈദ്യുതി ലൈനിൽ നിന്ന് 2.3 അല്ലെങ്കിൽ 2.6 ഈ ദൂരത്തിലാണ് ഇവർ പറയുന്ന നിയമം. വൃക്ഷങ്ങളോ അല്ലെങ്കിൽ തെങ്ങും തൈയോ വയ്ക്കാൻ പാടുള്ളൂ എന്നതാണ്. ഇത് 2.8 മുകളിൽ ഉള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെ തെങ്ങും തൈ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മതിലും വിട്ട് 2.8 മീറ്ററിനപ്പുറമാണ് ഈ തെങ്ങും തൈ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പട്ട അവിടേക്ക് തട്ടണമെന്ന് പറഞ്ഞാണ് ഒരു ലെയർ ഫുള്ള് തെങ്ങും തൈ വെട്ടിക്കളഞ്ഞത്. ഇതിൻ്റെ പേരിൽ അദ്ദേഹം പരാതിയുമായി അധികൃതരെ സന്ദർശിച്ചിരിക്കുകയാണ്. തെങ്ങുകളാണ് വെട്ടിയത്. നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം. കവിയൂരുള്ള ഡോക്ടർ ജേക്കബ് ഉമ്മന്റെ വീട്ടുപറമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്ന തെങ്ങും തൈകളെല്ലാം വെട്ടി അരിഞ്ഞു കളഞ്ഞത് KSEB ഉദ്യോഗസ്ഥരാണ്. അവർ ഈ ടച്ച് വെട്ടിന്റെ ഭാഗമായി ഇവിടെ എത്തി ഇത് വെട്ടിയെന്നുള്ളതാണ് ഈ വീടിന്റെ കെയർടേക്കറും ഒപ്പം തന്നെ ഈ ഡോക്ടറുടെ ബന്ധു അടക്കമുള്ള ആളുകൾ പറയുന്നത്. കണ്ടില്ലേ, ഈ വീട്ടുവളപ്പിൽ നിന്ന തെങ്ങെല്ലാം ആ ചെറിയ തെങ്ങാണ്, അതെല്ലാം ഈ രീതിയിൽ വെട്ടി. ടച്ച് വെട്ടുന്ന പറഞ്ഞാൽ അതിൻ്റെ ഓലയോ മറ്റോ വെട്ടി മാറ്റുകയല്ല, പൂർണ്ണമായും അത് ഇനി ഇല്ലായ്മയാക്കി കളഞ്ഞു എന്ന് വേണം പറയാൻ. ഇതെല്ലാം ഇതേപോലെ മിഷൻ വെച്ച് പുതിയ രീതിയിൽ ടച്ച് വെട്ടുന്ന രീതിയാണ്, ആ രീതിയിൽ വെട്ടി അരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ലൈനിലേക്ക് തൊട്ടടുത്ത് ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലേക്ക് മുട്ടി നിൽക്കുകയായിരുന്നു. ആ സാഹചര്യം വല്ലതും ഉണ്ടായിരുന്നു? അത്ര മുട്ട് നിൽക്കുന്നു, മുട്ട് ടച്ച് ചെയ്തെന്നെല്ലാം അവർ നേരത്തെ വന്ന് കട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ രീതിയിൽ ഇങ്ങനെ മൂടോടെ വെട്ടിക്കളയേണ്ട സാഹചര്യം അറിയത്തില്ല എന്താണെന്ന്. ഒരു മുന്നറിയിപ്പില്ലാതല്ലേ? ആന്നാന്ന് ഇവിടെ നോട്ടീസൊന്നും കൊടുത്തിട്ടില്ല. ഡോക്ടറിനോട് ഞാൻ ചോദിച്ചിട്ട് നോട്ടീസ് കെയർടേക്കർ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് വെട്ടിക്കളയുമായിരുന്നു. ഇപ്പോൾ ഈ തെങ്ങെല്ലാം ഇനിയും പോയില്ലേ? പോയി. അത് മറ്റു മരങ്ങളെ പോലെ അല്ലല്ലോ തെങ്ങെന്ന് പറയുന്നത് അതിൻ്റെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ KSEB വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ 2.6 മീറ്ററിൻ്റെ അപ്പുറം നിൽക്കുകയാണെങ്കിൽ വെട്ടുമെന്ന് പറഞ്ഞു. അത് തെങ്ങായാലും പ്ലാവാണേലും തേക്കാണേലും വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ അളന്ന് നോക്കിയപ്പം 2.6 വെളിയിൽ നിൽക്കുന്നതാണ് ഇത്, അങ്ങേയറ്റത്ത് നിൽക്കുന്ന തെങ്ങ്. ഇത് 2.4 ഉണ്ട്, 2.3 ഉണ്ട്. ഇത് 2.35 അങ്ങനെ കണ്ടുണ്ട്. ലൈനിൽ നിന്ന് ഇത്രയും ദൂരമുണ്ട്. നമ്മുടെ മതിലിൻ്റെ അവിടെ നിന്ന് ഇത്രയും ദൂരമുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ ന്യൂ ഇതിലുള്ള തെങ്ങുകളാണ്, ഹൈറ്റിലോട്ട് പോകത്തില്ല. ഇപ്പം ഇത് 5 അടി എൻ്റെ ഹൈറ്റേ വരുന്നുള്ളൂ അതിന്, അതിൻ്റെ തടിക്ക്. ആ തടിയിൽ നിന്ന് പിന്നെ അത് ലൈനല്ല, മേളിലുള്ളത് 11 kV ലൈന്. അതിലോട്ട് എത്തണമെങ്കിൽ ഒരു 20 കൊല്ലമെങ്കിലും എടുക്കണം. പക്ഷെ അത്രയും വളരത്തില്ല. ഇത് പുതിയ ഇതിലുള്ള ബ്രീഡിംഗ്, അതെ, പുതിയ ബ്രീഡിങ്ങിലുള്ള തെങ്ങൻ തൈകളാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നേഴ്സറിയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിച്ച് ഇത്രയും വർഷമാക്കിയല്ലേ, എന്നിട്ട് ഇത്ര ആയിട്ടുള്ളൂ. തെങ്ങ് കായ്ക്കാനുള്ള പൂവിടുന്ന